ഹായ് ഹലോ, ഇന്ന് നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഒരുപാട് ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. ഷേറിനും ഫ്രണ്ട്സും കൂടിയിട്ട് പിടിച്ചെടുത്ത മീനാട്ടോ. ഇത്രയുമല്ല ഒരുപാട് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് കിട്ടിയൊരു ഷെയർ മാത്രം കേട്ടോ. ഈ ഒരു പാത്രം നിറയെ ഞണ്ടാണ്, നല്ല വലിയ വലിയ ഞണ്ട് കണ്ടോ. ഈ നീലക്കാളുള്ള ഞണ്ടിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇനിയുള്ളത് കോലിയാണ്, കോലിയും അതുപോലെ തന്നെ മാന്തി കേട്ടോ ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ എന്താ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി ഒരു 3-4 കുഞ്ഞി തെരണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തിലൊരു വലിയ തെരണ്ടി ഉണ്ട്, അതിനെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സൺഡേസ് ഇവർ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇതുപോലെ മീനൊക്കെ പിടിക്കും കേട്ടോ പോയിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഫ്രഷ് മീനെ തിന്നാനും പറ്റുമേ. അപ്പോൾ ഇത് ഒരു 5-6 കൂന്തലും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഈ ചട്ടി നിറയെ വലിയ വലിയ ചെമ്മീനാട്ടോ, നല്ല ടൈഗർ ചെമ്മീനൊക്കെ ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ. ഇനി ഈ ഒരു പാത്രം നിറയെ കുറേ നമ്മളെ നാട്ടിൽ ഇതിന് ചരുവ് എന്നൊക്കെ പറയും, ചരുവ് പരൽ എന്നൊക്കെ പറയും കേട്ടോ, അതും ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ കുറേയൊക്കെ എടുത്ത് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കൊഞ്ചൻ ഞാൻ ഫ്രൈ ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ. സിമ്പിളായിട്ടൊന്ന് ഫ്രൈ ചെയ്തതേന്നുള്ളൂ. നല്ല ഫ്രഷ് കൊഞ്ചനല്ലേ. സാധാരണ എനിക്ക് ഫിഷ് ഒന്നും കട്ട് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടി കേട്ടോ. പിന്നെ ഇന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കണ്ടുകൊണ്ട് വേഗം അങ്ങ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ കൊഞ്ചന് ചെറിയൊരു മസാലയാണ് ആക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കുറച്ച് പുളിവെള്ളം വെച്ചിട്ട് ചെറിയൊരു മസാലയാക്കിയിട്ട് നമ്മൾ ഈ കൊഞ്ചനും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അത് മാഗ്നറ്റേജ് വെച്ചതിന് ശേഷം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഇത് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൈ ആകുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വായിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ചെറിയൊരു മസാലക്കൂട്ട് പോലെ വെല്ലുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് അത് സോട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചാൽ ആ ഒരു കൊഞ്ചനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മൾ കൊഞ്ചൻ റെഡി ആയിട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു സൺഡേ ആയിട്ട് ഫുഡിന് കഴിക്കാനായിട്ട്. അതിൽ ഈ ഒരു കൊഞ്ചൻ ഹൈലൈറ്റ് ആയിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.